ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഒരു പടത്തിന് പോകാമെന്ന് വിചാരിച്ചു. അതാണ് ഈ ഒരുങ്ങി പോകുന്നത്. പിന്നെ ബാംഗ്ലൂരല്ലേ, ഒരു സൺഗ്ലാസ് ഒക്കെ വെച്ച് ചുമ്മാ ഷോ ഓഫൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ പോവുകയാണ്. പിന്നെ നാട്ടിൽ നിന്ന് കുറച്ച് ഉണ്ണിയപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഖില കൂടെ ഉള്ളതുകൊണ്ട് അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു 4-5 ഉണ്ണിയപ്പം തിയേറ്ററിൽ നിന്ന് കഴിക്കാൻ വേണ്ടി എടുത്തു. അങ്ങനെ എൻ്റെ റാപ്പിഡോ വരുവാണ്. ഞാൻ പി ജിയിൽ നിന്ന് താഴത്തോട്ട് പോവാണ്. റാപ്പിഡോ വന്നു കഴിഞ്ഞോട്ട് ഞാൻ പോകണം. അങ്ങനെ റോഡിൽ നിൽക്കുമ്പോൾ എനിക്ക് വേണ്ടിയുള്ള മത്താപ്പ് വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ മത്താപ്പ് വണ്ടി എൻ്റെ അടുത്ത് വന്നു. ഇപ്പോൾ നമ്പറൊക്കെ നമ്മൾ നോർമലി പിന്നൊക്കെ പറഞ്ഞു കൊടുത്ത് റാപ്പിഡോയിൽ അങ്ങനെ പോവാണ് മക്കളെ. ഇത് വരുന്നത് അരക്കരയാട്ടോ ഈ തിയേറ്റർ വരുന്നത്. സോ ഞാൻ ഉദ്ദേശിച്ച ഹെൽമെറ്റ് അല്ല കിട്ടിയത്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് സേഫ്റ്റി ആണല്ലോ മുഖ്യം ബിഗിലേ. അങ്ങനെ അവിടെ എത്തി. ഞാനാണ് ഫസ്റ്റ് എത്തിയത് കേട്ടോ. ഡ്രൈവർ മത്താപ്പ് എന്നെ ഇറക്കി വിട്ടത് മാളിലല്ല കേട്ടോ, തിയേറ്ററിൻ്റെ അടുത്തല്ല, വേറെ റൂട്ടിലാണ് പുള്ളി ഇറക്കിയത്. സോ കുറച്ച് നടക്കാണ്ട് മാളിലേക്ക്. ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് അഖില വരുന്നുണ്ട്. അവളാണെങ്കിൽ പിന്നെ നമ്മുടെ ഷർട്ട് തിരിച്ചിട്ടായിട്ടത്, അതാണ് ചിരിച്ചുകൊണ്ട് വരുന്നത്. അബദ്ധം പറ്റിയോണ്ടേ ഇടയ്ക്ക് വഴി നിന്നൊക്കെ വിളിച്ച് ഒരേ ചിരിയായിരുന്നു. അഖിലേഷ് ഞാനൊരു പടം കാണാൻ വന്നിരിക്കുകയാണ്. ഏതാ പടം? നാട്ടിലെ പോലെ അല്ല കേട്ടോ, ഇവിടെ ഭയങ്കര ഒരു കാമൻ ക്വയറ്റാണ്. ഇതിനകത്ത് ആംബിയൻസ് ഒക്കെ, ആരും വലിയ ഒച്ചപ്പാടൊന്നുമില്ല. ഈ പടം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കോമഡി, എൻ്റർടൈൻമെൻറ്റ്, ഇമോഷനൊക്കെ ഉള്ളതാണെന്ന് നാട്ടുകാർ പറഞ്ഞു. അങ്ങനെയാണ് കാണാൻ വിചാരിച്ചത്. അടിപൊളി പടം കേട്ടോ. ബേസിലൊക്കെ അടിപൊളിയായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. കിടിലം പടം. എൻ്റെ മക്കൾ അതിരടി കണ്ടു. കിടിലം പടം. അഖില കം. എങ്ങനെയുണ്ട്? ഹൗ വാസ് ദ മൂവി? ഈ കണ്ണ് കണ്ടോ, പഴുത്ത് ചീഞ്ഞിരിക്കുന്നല്ല, ചിരിച്ചിട്ടും കരഞ്ഞിട്ടും അടിപൊളിയാട്ടോ അല്ലേ. ഫുള്ളൊരു ഫൺ കോമഡി ഉണ്ട്, ഫൈറ്റ്. നമുക്ക് ആ സിനിമയിൽ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആ പ്രോഗ്രാം നടക്കും ക്യൂരിയോസിറ്റി ഉണ്ട്. ആ ഫിലിം കഴിയുന്നിടം വരെ നമുക്കതുണ്ടാവും. പിന്നെ ബേസിലിനെ പറ്റൂ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊള്ളട്ടെ. എല്ലാവരും പോയി കാണണം കേട്ടോ. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും, ഞാൻ ഈ 2026 കണ്ടതിൽ വാഴ, പിന്നെ ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിനകത്തൊരു ക്യാമിയോ ഉണ്ട് അല്ലേ, കിടിലൊരു ക്യാമിയോ ഉണ്ട്, അത് പറയണ്ട. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മീൻസ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെ അത് കൊണ്ടുപോകുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ ഒരു ത്രില്ല്, ഫണ്ണ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എൻഡ് വരെ ക്ലൈമാക്സ്. ടൊവിനോ കളിക്കുന്നു, എന്തായാലും കളിക്കുമല്ലോ. വിനീത് ശ്രീനിവാസൻ തകർത്ത്. ഷാൻറഹ്മാൻ പിന്നെ പറയാൻ വേണ്ട, കൊള്ളായിരുന്നു. പടം കിടില്ല. ഞാൻ എല്ലാവരും അടുത്ത് പോയി പറയും കാണണം. ഭയങ്കര ബെസ്റ്റ് മൂവിട്ടാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. സീൻ അത്ര പറയാനുള്ളൂ. പൈസ വസൂലാണ്, എല്ലാവരും പോയി കാണാം.